വെക്കേഷൻ ടൈമാണ് കുട്ടികളെ. അപ്പോൾ ഞാൻ ചെറിയ ചെറിയ വീഡിയോസ് ഇടുന്നുണ്ട്, വീഡിയോസ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യുകയും കമൻറ്റും ഒക്കെ ചെയ്യണേ കേട്ടോ. നിങ്ങളിപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ, ചുമ്മാ ഇരുന്ന് വരച്ചോ. ഇതൊക്കെ കണ്ടിട്ടൊക്കെ നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ നല്ലതാണ്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങളുടെ സമയം പോലെ നിങ്ങളുടെ വീട്ടിൽ ഇരുന്ന് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു മരം വരച്ച് കാണിക്കാം. സോഫ്റ്റ് വേസ്റ്റിൽ കൊണ്ട് നിങ്ങളവർക്ക് എപ്പോഴും ഈ സാറിന് മരം മാത്രമല്ല എന്ത് വേണം നമുക്ക് വരയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് ഒരു മരമാണ്. ഇങ്ങനെ മരം വരയ്ക്കാമെന്നില്ല, എങ്ങനെ വേണം നിങ്ങൾക്ക് മരം വരയ്ക്കാം കേട്ടോ. ഞാൻ ഈ ഒരു പാറ്റേൺ ഉപയോഗിച്ച് അങ്ങനെ ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ കാഴ്ചപ്പാടിലുള്ള മരം നിങ്ങൾ വരച്ചു. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് മരത്തിൻ്റെ ചുവട് വശമില്ലേ, എന്താ ചുവടെന്ന് പറയുന്നത്, അത് എപ്പോഴും വലുതാക്കി മാത്രം വരയ്ക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കളർ ചെയ്ത് കാണിക്കാം എങ്ങനെ കളർ ചെയ്യുന്നുള്ളത്. അപ്പോൾ നോക്കിക്കോണം. ഇപ്പോൾ ഇതിനകത്ത് ലൈറ്റ് ആൻഡ് ഷെയ്ഡിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ സൈഡിൽ നിന്ന് ലൈറ്റ് അടിക്കുന്നു, ഈ സൈഡിൽ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എപ്പോഴും ഡാർക്ക് ആയിരിക്കും അല്ലേ. ഒരു സൈഡിൽ നിന്ന് ലൈറ്റ് അടിക്കുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എപ്പോഴും ഡാർക്ക് ആയിരിക്കും. ഇതിനെ നമ്മൾ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് എന്ന് പറയുന്നത്. ഏത് കളറാണോ ലൈറ്റായിട്ട് കിടക്കുന്നത് അതിൻ്റെ ഡാർക്ക് ആയിരിക്കും അതിൻ്റെ ഷെയ്ഡ് വരുന്നത് കേട്ടോ. ഇതിപ്പോൾ ഈ സോഫ്റ്റ് വേസ്റ്റ് ചെയ്യുമ്പോൾ കഴിവതും ആ വൈറ്റ് കാണാതെ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ കാണാനൊക്കെ. അപ്പോൾ ഇതുപോലെ അങ്ങ് വരയ്ക്കുക കേട്ടോ. ഞാനിപ്പം ഒലിവ് ഗ്രീൻ ഇട്ടേക്കുന്നത്, നല്ല ഗ്രീൻ അല്ലേ ഇട്ടത്. എന്നിട്ട് ഞാൻ കണ്ടു നോക്കി. എൻ്റെ ഈ സൈഡ് ലൈറ്റ് ഇല്ലേ, ഞാൻ അവിടെ യെല്ലോ ഇടാൻ പോവാണേ. ഈ സൈഡിലോട്ട് ഞാൻ അങ്ങനെ യെല്ലോ ഞങ്ങൾ ഇട്ട് കൊടുത്തു. നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട് എൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട്. നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ, ലൈക്കൊക്കെ ചെയ്യുക കേട്ടോ, കമൻറ്റും ഒക്കെ ചെയ്യണം. ഞാനവിടെ യെല്ലോ കളർ ഇട്ടു. ഇത് ബ്ലെൻഡ് ചെയ്യണമെങ്കിൽ വിരലോ അല്ലെങ്കിൽ ബഡ്സോ അല്ലെങ്കിൽ കോട്ടൺ ടിഷ്യൂ പേപ്പറിൽ അത് വെച്ചാണ് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. കാരണം വൈറ്റ് കാണാതെ തന്നെ ചെയ്യണം. വൈറ്റ് കാണാൻ അതിൻ്റെ ഭംഗി എനിക്ക് തോന്നുന്നു. അതിൻ്റെ സൈഡൊക്കെ ഉണ്ട്, നമുക്കിതുപോലെ വിരൽ ഉപയോഗിച്ച് ഇങ്ങനെ എടുക്കാം കേട്ടോ. പിന്നെ അത് ഇപ്പോൾ ഇടയ്ക്കൊക്കെ കുറച്ച് ഡാർക്ക് കയറ്റിക്കണം. ഇപ്പം മേളിലുള്ള ഇലകളിലാണ് ഈ ലൈറ്റ് കളർ വരത്തുള്ളൂ. താഴോട്ട് പോകുമ്പോൾ അത് ഡാർക്ക് അല്ലേ വരുന്നത്. ഞാനിപ്പോൾ അവിടെ ഡാർക്ക് ഇല്ല, ബ്ലൂ അങ്ങോട്ട് കയറ്റോട്ടെ. ബ്ലൂ അങ്ങോട്ട് നോക്കാം. ബ്ലൂ അറിയത്തില്ല, കുഴപ്പമില്ല. നമുക്ക് ബ്ലാക്ക് അങ്ങ് കയറ്റി നോക്കിയാലോ. ഗ്രീനില്ല പഠിച്ചാൽ തന്നെ ഒത്തിരി ഒന്നും വേണ്ട, ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് നിറച്ച് ഇലകളൊക്കെ നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യണ്ടേ. ഓൾറെഡി അതിന് തന്നെ ഉണ്ട്. ഇടയ്ക്കൊക്കെ എന്നിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. കണ്ട, ഒരുപാട് കളർ വരും. ഞാനിപ്പോൾ ഈ 2-3 കളർ ഉപയോഗിച്ച് ഞാൻ ചെയ്യുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇതിന് ടോപ്പിൽ ഹൈലൈറ്റ് സംഭവമുണ്ട്. ഹൈലൈറ്റ് ഞാൻ അതിനിപ്പോൾ ഇവിടെ ആദ്യം ലെമണെല്ലാം എടുത്തിട്ട് ഞാനിങ്ങനെ ഒന്ന് കൊടുക്കും കേട്ടോ. ലൈറ്റ് വീഴുന്ന ചില ഇലകളിലെ ടോപ്പിൽ നിൽക്കുന്ന ഇലകളിൽ ലൈറ്റ് വീഴുന്നത്, അത് ഞാനിങ്ങനെ കുത്തി ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഓക്കെ, അത് മേളിലോട്ട് വൈറ്റ് കൊണ്ട് കൊടുത്തു നോക്കാം. ഇടയ്ക്കൊക്കെ ചെറുതായിട്ട് വൈറ്റ് കൊണ്ട് കൊടുക്കാം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം. ഇഷ്ടപ്പെടാതിരിക്കത്തില്ല, ഇഷ്ടപ്പെടുന്നത് കറക്റ്റായിട്ട് മനസ്സിലാകുന്ന തരത്തില്ലേ വീഡിയോ ചെയ്തേക്കുന്നത്. ഇതൊക്കെ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ആ സ്കൈയാണ്, സ്കൈയിലോട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ആ വൈറ്റ് ഇങ്ങനെ കൊടുക്കുക. ഒരു ഹൈലൈറ്റിന് ഫീൽ ചെയ്തില്ല നോക്കി. ഇങ്ങനെ ചെയ്യാമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ശൈലിയിലുള്ള മരങ്ങളും കാര്യങ്ങളൊക്കെ വരയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് താടി ചെയ്യാം. താടിക്ക് ഞാനിവിടെ ആദ്യം ഇടുന്നത് ഈ യെല്ലോ വേണ്ട, ഈ യെല്ലോയാ ലൈറ്റ് ബ്രൗണോ, അത് ഞാൻ ഈ സൈഡിലോട്ട് ഇടുവാണേ. അത് എവിടെയൊക്കെ വരുന്നതൊക്കെ നമുക്കൊരു കാഴ്ചപ്പാട് വേണം കേട്ടോ. ലൈറ്റ് വീഴും. അപ്പം നിങ്ങൾ ലൈവായിട്ടൊക്കെ നോക്കി വരയ്ക്കണം, നല്ലതായിരിക്കും. അങ്ങനെ ആയിരിക്കും കുറേ കൂടെ. ഇപ്പോൾ ലൈറ്റിനെ കുറിച്ചൊക്കെ നമുക്കൊരു ചില തിരിച്ചറിവൊക്കെ ഉണ്ടാവുകയെ അതായിരിക്കും നല്ലത് എനിക്ക് തോന്നുന്നു. ഡാർക്ക് ബ്രൗൺ എവിടെ ഓട്ടെ. ഇപ്പോൾ ഇവിടെ നല്ല ബ്രൗൺ ആയിരിക്കും വരുന്നത്. വെച്ചാൽ ഇവിടെ അങ്ങോട്ട് സൂര്യപ്രകാശം വരുന്നില്ലല്ലോ.
ഈ ഭാഗത്തൊക്കെ സൂര്യപ്രകാശം വരാത്തതുകൊണ്ട് അപ്പോൾ ഞാൻ അവിടോട്ട് ബ്രൗൺ ഇട്ട് കൊടുത്തു. നല്ല ഡാർക്ക് ബ്രൗൺ എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. അത് ഏതാ കളർ ഏതാ? ഡാർക്ക് ബ്രൗൺ എഴുതി, പക്ഷേ ഡാർക്ക് ബ്രൗണിൻ്റെ ഇത് വന്നിട്ടില്ല. കണ്ട നോക്കി. ഇനി വേണമെങ്കിൽ നമുക്ക് ബ്ലാക്ക് ഉപയോഗിച്ച് വരയ്ക്കുന്നതൊക്കെ പറയും. സംഭവം ശരിയാണ്. അത്യാവശ്യം വേണ്ടിയിട്ട് ബ്ലാക്കും കളറാണ് കേട്ടോ. അത്യാവശ്യം വേണ്ടിയിട്ട് ബ്ലാക്ക് ചേർക്കാം. വാട്ടർ കളർ ഉപയോഗിക്കുമ്പോൾ ആദ്യം ബ്ലാക്ക് ഒക്കെ ചെയ്യാതിരിക്കാൻ നല്ലതായിരിക്കും. ഇതും ബ്ലാക്ക് ഉപയോഗിക്കാതെ തന്നെ ചെയ്ത് പഠിക്കുക, അതായിരിക്കും നല്ലത്. ബ്ലാക്ക് ഒരു മറ്റ് കളറുകളൊക്കെ ഔട്ടായി കൂടുതൽ കോൺസെൻട്രേഷൻ വരുന്നത് നമുക്ക് ആ കളറിനകത്തായിരിക്കും. ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ കളർ ഡയറക്റ്റ് ഇല്ല കേട്ടോ, പല കളർ മിക്സ് ചെയ്തെടുക്കുന്നതാണേ വരയ്ക്കാൻ നേരത്ത്. കണ്ടോ, ഇങ്ങനെയും നമുക്ക് മരം ഓയിൽ പേസ്റ്റ് കൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കാണുന്നതിനൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം. ഷെയർ ചെയ്താൽ ഇരുന്നൊരു കാര്യമൊന്നുമില്ല കേട്ടോ, ഗുണമുള്ള കാര്യമല്ല ഇത്. ഈ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ഇപ്പോൾ അങ്ങനെ ആൾക്കാർ സ്വീകരിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. നമുക്ക് എന്തെങ്കിലും ഏത് വീഡിയോ നമുക്ക് അതിനകത്ത് എന്തെങ്കിലും ഗുണമുള്ളതാണെന്ന് ലൈക്കോ ഷെയറോ കമൻറ്റോ എഴുതുന്നുണ്ടെങ്കിൽ നമുക്ക് ദോഷമൊന്നുമില്ല. കണ്ടോ, അപ്പം മരം വരച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് താഴെ വേണമെങ്കിൽ കുറച്ച് പുല്ലും കൂടെ വരയ്ക്കാം. ഞാൻ ഈ ഗ്രീൻ ഉപയോഗിക്കും. ഇതേത് ഗ്രീനാണ് നോട്ടെ, ഡീപ്പ് ഗ്രീൻ. പുല്ലിന് വേണ്ടി ചുമ്മാ ഈ ഗ്രീനും കൊണ്ട് ഉപയോഗിക്കണം. കണ്ടത് വന്നപ്പോൾ ഒരു വേറെ ടോണായില്ലേ, കാരണം അതുമായിട്ട് മാച്ചില്ലാതായിപ്പോൾ അല്ലേ. അപ്പം ഞാൻ എന്ത് അറിയാൻ പറ്റേ ഒലിവ് ഗ്രീൻ തന്നെ എടുത്തിട്ട് മേളിലോട്ട് ചെയ്യുക. ഇപ്പോൾ ഈ പുല്ലൊക്കെ നിൽക്കുന്നതേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേണം ചെയ്യാൻ കേട്ടോ. അതിന് ഒരു സൈഡിലോട്ട് മാത്രമല്ല, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേണം ചെയ്യാൻ. അതിനകത്ത് ചില എല്ലാം കയറ്റി വിടാം. ടോപ്പിലെ ലൈറ്റ് ഇവിടെ നിന്ന് ബ്ലെൻഡ് ചെയ്തേക്കല്ലേ. അപ്പം അങ്ങനെ നമ്മുടെ മരം പൂർത്തിയായിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയറും ലൈക്കും ഒക്കെ ചെയ്യണേ. അല്ലെ നമുക്ക് അടുത്തൊരു വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം കിട്ടത്തുള്ളൂ. ഓക്കെ, ഞാൻ കുറച്ച് ദിവസമായിട്ട് മാറി നിൽക്കുകയായിരുന്നു. ഞാൻ ചില ശാരീരികമായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ സമയത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്, അത് ചെയ്യാൻ പറ്റിയ. ഓ, താങ്ക് യു.